CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് വന്ദനാദാസിന്റെ കുടുംബം. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചകളുണ്ടെന്ന ആരോപണം ആവർത്തിക്കുകയാണ്. വന്ദനാദാസിന്റെ കൊലക്കേസിന്റെ നാൾവഴികളിലൂടെ ഒരു പരിശോധന. പോലീസിന്റെ വീഴ്ചയറിയാൻ ഈ ഒരു വിവരണം മതി. രാത്രി പോലീസ് സന്ദീപുമായി ആശുപത്രിയിലെത്തുന്നു. ഡോക്ടർമാർ പരിശോധിച്ച് മുറിവിൽ മരുന്നുവെക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രതി ശാന്തനായിരിക്കുന്നു. കാലിലെ മുറിവിൽ മരുന്നുവെക്കുന്നു. പെട്ടെന്ന് കത്രികയെടുത്ത് പ്രകോപിതനാകുന്നു. ആദ്യം കൂടെ വന്നയാളെ ചവിട്ടി വീഴ്ത്തുന്നു. ഒപ്പം വന്ന പോലീസുകാരനെ ആക്രമിക്കുന്നു. തടയാൻ ശ്രമിച്ച ASIയെ ആക്രമിക്കുന്നു. ഇതുവരെ സംഭവിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കാം. ഒരു 4:30-5 മണി ടൈമിൽ ഭയങ്കര ഒരു ബഹളം കേട്ടോണ്ടാണ് എണ്ണീക്കുന്നത്. റൂമിൽ നിന്ന് എണ്ണീച്ച് ചാടി ഇറങ്ങി വരുമ്പം ഇവൻ ഈ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവനെ ഇടിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുള്ളൂ ആദ്യം. അന്നേരം എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ കയറി പിടിച്ചു. അന്നേരം എൻ്റെ കയ്യിൽ ഞാൻ കൈ മുറിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ച് കത്രികയുണ്ട്. ഈ കത്രിക വെച്ച് ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചു. അന്നേരം ഞാൻ അപ്പോഴത്തേന് പിന്നോട്ട് മാറി. അപ്പോൾ ഇതിന് ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. പോലീസുകാരെ മാത്രമേ കാണുന്നുള്ളൂ, ആരാ എന്തോന്ന് അറിയുന്നില്ല. പോലീസുകാരനെ ആ കസേര ഇരുത്തി നിരന്തരം കുത്തുവാണ്. ഒരു 5-6 കുത്തി. ഇവിടുത്തെ ഈ കസേരയിൽ ഉൾപ്പെടെ പുള്ളിക്കാരൻ ബാക്കിലോട്ട് മറിഞ്ഞു. അന്നേരം ഒരു കൂടുതൽ SI ഉണ്ടായിരുന്നു. പുള്ളി ഓടി വന്നു. പുള്ളി അപ്പോഴത്തേന് അന്നേരം ഈ ഹോം ഗാർഡിനെ മാറിയിട്ട് പുള്ളിയുടെ നേരെ ആയി ആക്രമണം. അന്നേരത്തിന് പുള്ളി മറിഞ്ഞു വീണു. 2 പേരൂടെ മറിഞ്ഞു വീണു. എന്നിട്ട് പുള്ളിക്കാരൻ ഉരുണ്ട് പുറമോട്ട് മാറിപ്പോയി. അന്നേരത്തിന് 8 പോസ്റ്റിലെ സാറ് ബഹളം കൊണ്ടുകൊണ്ട് ഓടി വന്നു. അന്നേരം നേരെ 8 പോസ്റ്റിലെ സാറിനെ നമ്മുടെ OP എടുക്കുന്നതിൻ്റെ നേരെ ചേർത്ത് നിർത്തിയിട്ട് തലയിൽ 3-4 കുത്തി. ഇപ്പോഴത്തേന് എല്ലാവരും പതറി, എല്ലാവരും ബ്ലഡായി, മൊത്തം നിലവിളിയായി. ഇപ്പോഴത്തേന് എല്ലാവരും 4 പാട് ഓടിയപ്പോഴത്തേന് കുറച്ച് പേര് പുറത്തോട്ട് ഓടി. ഇവൻ അകത്തുമായിരുന്നു. ഇപ്പോഴത്തേന് ഇവർ പുറത്തോട്ട് ഓടിപ്പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തു. ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാഫുകളും നമ്മളും അകത്തായിരുന്നു. അന്നേരത്തിന് ഞാൻ എല്ലാ സ്റ്റാഫുകളെയും നമ്മൾ പെട്ടെന്ന് എസ്കേപ്പ് ആക്കി റൂമിൽ കയറ്റി അടച്ചു. പക്ഷേ ഹൗസ് സർജൻ ആ സമയത്താണ് ഇറങ്ങി വരുന്നത്. നമ്മളിത് അറിയുന്നില്ല. ഈ പുള്ളിക്കാരി ഇത് കാണാതെ ഇറങ്ങി വന്നു. ഇവൻ്റെ മുമ്പിലായിപ്പോയി. ഇവൻ തള്ളിയിട്ടു, ഒരുപാട് കുത്തി. ഒപ്പം വന്നയാളെയും പോലീസുകാരനെയും ആക്രമിച്ചു കഴിഞ്ഞാണ് പിന്നെയുള്ളതൊക്കെ സംഭവിക്കുന്നത്. ഇത് കണ്ട് ഡോക്ടർമാരും ജീവനക്കാരും ഓടുന്നു, മുറിയിൽ കയറുന്നു. ഡ്രസ്സിങ് ചെയ്യണമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി ഡ്രസ്സിങ് ചെയ്തിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് കൂടെ 2 ബൈസ്റ്റാൻഡർ ഉണ്ട്. അതിൽ ഒരാളെ ഇയാൾ കുത്തി കഴിഞ്ഞപ്പോഴത്തേന് പോയി പിന്നെ പോലീസിനെ കുത്തി നിലത്തിട്ട് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ പിടിച്ച് മാറ്റി. അപ്പം ഞങ്ങളെ എല്ലാവരെയും ഇവർ മാറ്റി കഴിഞ്ഞ് ഇത് കണക്ക് മേഡം ഇവിടെ അപ്പം ഞാനും മേഡം കൂടെ ഇവിടെ ആയിപ്പോയായിരുന്നു. അപ്പം മേഡം ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും മേഡത്തിനെ ഇങ്ങനെ കുത്തി. എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഇയാൾ തിരിച്ച് എന്നെ എല്ലാവരെയും അങ്ങ് കുത്തും, അയാൾ കാണുന്നവരെല്ലാവരെയും. അപ്പോഴത്തേനും ഞാൻ അപ്പോഴത്തേന് മേഡത്തിനൂടെ വേറൊരു ഹൗസ് സർജനുണ്ട്. ആ പയ്യൻ വന്നു മേഡത്തിനെ പിടിച്ച് മാറ്റിയായിരുന്നു. അപ്പം ഞാനും ഓടി റൂമിൻ്റെ അകത്തോട്ട് അങ്ങ്. ഈ വിവരണങ്ങളിലൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. പോലീസുകാരും ഹോംഗാർഡുമാരും ഉള്ളപ്പോൾ തന്നെയാണ് ഈ ആക്രമണം. അക്രമം അറിയാതെ എത്തിയ ഡോക്ടർ വന്ദനയെയാണ് ആക്രമിക്കുന്നത്. ഒപ്പമുള്ള ഡോക്ടർ തടയാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. നിരവധി തവണ ഡോക്ടർ വന്ദനയ്ക്ക് കുത്തേൽക്കുന്നു. ഇത്രയും കുത്തുന്നതുവരെ എന്തിനു നോക്കി നിന്നു നമ്മുടെ സംവിധാനങ്ങൾ? ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഇടപെടൽ എന്തുകൊണ്ട് നടന്നില്ല? കാലിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഡ്രസ്സിങ്ങിന് വിട്ടു. ഡ്രസ്സിങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ അയാൾ റിലേറ്റീവായിട്ട് അയാൾ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവിടെ ഇരുന്ന് എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്തുകൊണ്ട് ഇറങ്ങി കൊണ്ടുവന്ന പോലീസിനെ അയാൾ അത് വെച്ച് നന്നായിട്ട് ഉപദ്രവിച്ചു. അത് കണ്ടുവന്ന 8 പോസ്റ്റിലെ ഓഫീസറെ അയാൾ മർദ്ദിച്ച് താഴെ ഇട്ടു. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ പ്രാണരക്ഷാർത്ഥം പുറത്ത് പോയിട്ട് അവർ ഡോറ് ക്ലോസ് ചെയ്യാൻ കണ്ട് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഹൗസ് സർജനായിരുന്നു ഡോക്ടർ വന്ദന. അപ്പോൾ വന്ദന എൻ്റെ അടുത്ത് വന്ന് കേസ് ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. മറ്റ് ലേഡീസ് സ്റ്റാഫും ഉണ്ട് അന്നേരം അവിടെ. പിന്നെ ഒരു ആംബുലൻസ് ഡ്രൈവർ രാജേഷും ഉണ്ടായിരുന്നു. വേറെ ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളൊരു കേസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് രാജേഷ് ഞങ്ങളോട് പറഞ്ഞു, റൂമിൽ കയറി കഥ കടക്കി എന്ന് പറഞ്ഞു. ഇയാൾ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നടന്നിട്ട്. അയാൾ ആ കസേരയിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഓരോന്നൊക്കെ നശിപ്പിച്ചിട്ട്. പക്ഷേ ഞാൻ റൂമിൽ കയറി അടച്ചു. പക്ഷേ സിസ്റ്റേഴ്സ് എല്ലാവരും അവരുടെ റൂമിൽ കയറി. പക്ഷെ നന്ദന കുറച്ച് മുന്നോട്ട് നടന്നു. എക്സ്പീരിയൻസ്ഡായ ആൾ വന്നാലും അത് തടയാനുള്ള കെൽപ്പ് ഈ പോലീസ് സംവിധാനത്തിനില്ല. ഒരാൾ നിയന്ത്രണം വിട്ടു ചെയ്തതല്ലേ, ഞങ്ങൾ എന്തു ചെയ്യാനെന്ന് അവർ ഇനിയും കൈമലർത്തിക്കൊണ്ടേയിരിക്കും.